ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കുറേ ദിവസത്തെ പരിപാടിയായിരുന്നു കല്യാണം. അപ്പോൾ കുറച്ച് പരിപാടി ബത്തേരി നടന്നിട്ട് നമ്മൾ കല്യാണം മെയിൻ ഫംഗ്ഷൻ കൂടാൻ കരുനാഗപ്പള്ളിക്ക് പോയി. ഇവിടെ ആയിരുന്നു കല്യാണം. കുഞ്ഞിനും ഇക്കാക്കും എവിടെ നിന്നില്ലാണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെമ്പറേച്ചർ. അവർക്ക് സത്യം തീരെ വയ്യ, നല്ല പനി. എങ്ങനെയൊക്കെയോ ഞാൻ ഇക്കായും കാറ് മാറി മാറി ഓടിച്ച് പരിപാടിയുടെ അവിടെ എത്തി. മെഹന്തിയുടെ പിറ്റേന്നൊക്കെ അവർക്ക് രണ്ടുപേർക്ക് എണീച്ച് നിൽക്കാനുള്ള ആരോഗ്യമില്ല. പക്ഷെ ഞാനിങ്ങനെ ജില്ല് വൈബ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല, അവരെ ടേക്ക് കെയർ ചെയ്ത് അങ്ങനെ നടക്കാറ്. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് അന്ന് മേക്കപ്പ് ഇടാൻ പോയപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത. അപ്പം ഞാൻ ഓർത്ത് പനിയുള്ളവരുടെ കൂടെ കിടന്നതാണല്ലോ, അതിൻ്റെ ആയിരിക്കണം. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു വെറും അസ്വസ്ഥതയല്ല, ഇത് എന്നെയും കൊണ്ട് പോകാനുള്ള ഒരു പണിയാണെന്ന്. എന്നാലും സാരമില്ല, നമ്മൾ ആറ്റുനോറ്റ് ഉള്ള ഒരു കല്യാണം, അപ്പോൾ അതിന് നല്ല ഒരുങ്ങിക്കെട്ടിയൊക്കെ നിൽക്കുവാണല്ലോ. ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ താലിയിട്ട് നടക്കുന്നത് നമ്മൾ ക്ലോസ് ഫാമിലിയല്ലേ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് തണുത്തിട്ട് ഒരു രക്ഷ, എനിക്ക് ആകെ കുളിരുന്നു. എനിക്ക് അവർ ശരിക്കും പൂമാല ഇടുമ്പോൾ എനിക്ക് ശരിക്കും തല കറങ്ങുന്നില്ല. അപ്പം ഞാൻ ഇക്കായോട് പറയുന്നുണ്ട്, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്, പനിക്കാനാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല, എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് നിൽക്കല്ലേ. അപ്പം പനിയാണെന്നുള്ളൊരു ചെറിയ റീസൺ നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു പനിയല്ലേ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. പതുക്കെ ഞാൻ സ്റ്റേജിൽ നിന്ന് മാറിയാലോ. അപ്പം എങ്ങനെയൊക്കെയോ താലിയിട്ട് ഫോട്ടോ എടുക്കും. അപ്പം നമ്മൾ ക്ലോസ് ഫാമിലിയാണ്, വെച്ചിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാമല്ലോ. അങ്ങനെ അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മെയിൻ ഗസ്റ്റും ചീഫ് ഗസ്റ്റും എല്ലാം വന്നത് കൊണ്ട് നമ്മൾ മെയിൻ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇറങ്ങി. നമ്മുടെ ഫ്രണ്ടിൽ ഈ VIPസിനൊക്കെ സോഫ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ പോയിരുന്ന കല്യാണം ഒക്കെ വൃത്തിക്ക് ഞാനിങ്ങനെ കാണുന്നു. അങ്ങനെ കണ്ട് ഇക്ക അവിടെ അടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു കുഷ്യൻ എടുത്ത് മടി വെച്ചിട്ട് ഒരു രക്ഷയില്ല. അവിടെ കല്യാണത്തിന് എന്ത് സംഭവിച്ചെന്നോ, ആരൊക്കെ വന്നെന്നോ, ആരൊക്കെ പോയെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ല ആഗ്രഹിച്ച ഒരു കല്യാണത്തിന് നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് അവിടെ കിടന്നുറങ്ങി. പിന്നെ നമ്മളെ പരിചയമുള്ള ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ. അവരൊക്കെ വന്ന് ഇങ്ങോട്ടും മിണ്ടുമ്പോഴാണ് ഞാൻ ചാടി എണീറ്റിട്ട് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഫുഡൊക്കെ എനിക്ക് ടേസ്റ്റും എനിക്കും കിട്ടുന്നില്ല, കുഞ്ഞിനും ടേസ്റ്റ് കിട്ടുന്നില്ല, ഇക്കാക്കും കിട്ടുന്നില്ല. തൊട്ടുപിറകെ അനിയത്തിക്കും പനി. അപ്പോൾ വാപ്പാക്ക് ഓൾറെഡി പനിച്ച് കിടക്കാം, മൊത്തത്തിലൊരു പനി ഫാമിലി. പിന്നെ ഞങ്ങൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് അന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പരിപാടികളുണ്ട്. റൂമിൽ ചെന്നിട്ട് ഒരു നിസ്സാര പനിയൊന്നും അതിന് ആക്കാൻ പറ്റാത്ത, നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അങ്ങനെ ഒരു ചെറിയ കാര്യം മതി കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഡൗൺ ആവാൻ. അങ്ങനെ നമുക്ക് ആ ഫംഗ്ഷന് പോകാൻ പറ്റിയില്ല. പിന്നെ പിറ്റേന്നും പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഇങ്ങനെ മൂവാറ്റുപുഴയ്ക്ക് വന്നു. അന്ന് രാത്രി തന്നെ നമ്മുടെ ഫാമിലി ഡോക്ടറുണ്ട്, പുള്ളിയോട് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ഹോസ്പിറ്റലാണ്, അവിടെ ഞങ്ങൾ ട്രിപ്പ് ഇട്ടു. എന്നിട്ടപ്പോൾ ഡോക്ടർ അപ്പോൾ കൺസൾട്ടേഷനിൽ രാവിലെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ തന്നെ പറഞ്ഞ് 2 ദിവസത്തേക്ക് 2 നേരം ട്രിപ്പ് ഇടണം, അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും ഇക്കാക്കും കുഞ്ഞിനും ഹലീമാക്കും ക്യാനില കുത്തി. അവർക്ക് 2 ദിവസം 4 നേരവും, ഞങ്ങൾക്ക് 4 ദിവസം ഡോസ് പറഞ്ഞു. അങ്ങനെയാണ് ഈ കയ്യിൽ ഈ കെട്ട് വന്നത്. ഇപ്പോഴാണ് സംസാരിക്കാനുള്ള ഒരു ചെറിയ ആരോഗ്യം. ഇപ്പം ഇത്രയും മിണ്ടിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഈ ആരോഗ്യം എല്ലാം പോയിട്ടുണ്ടാകും. ചുമയാണ് തീരെ മാറാത്തത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ ഞങ്ങൾ ഓക്കെ ആയെന്ന് ചോദിച്ചാൽ നല്ല ചുമയുണ്ട്, കുഞ്ഞൊക്കെ അങ്ങ് ക്ഷീണിച്ചൊരു കോലമായി. നമ്മൾ ആറ്റുനോറ്റിരിക്കുന്ന പരിപാടിക്ക് ഓവർ എക്സൈറ്റഡ് ആയാൽ ഇങ്ങനെ ഇരിക്കേണ്ടത്. ഒരു മിനിമൽ എക്സൈറ്റ്മെൻറ്റിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഇട്ട് ഒരുപാട് കണ്ണേറി കിട്ടാതെ, കണ്ണേർ ശരിക്കും ഒരു സംഭവമാണ്. കണ്ണേർ കൊണ്ട് വന്നതെന്നല്ല, അത് നമുക്ക് പരിപാടി കഴിഞ്ഞിട്ടാണെങ്കിലും ഇടാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഫങ്ഷൻ്റെ അന്ന് ഇതുപോലെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ലിമിറ്റഡ് എക്സൈറ്റ്മെൻറ്റിൽ കല്യാണങ്ങൾക്കാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും പോവുക. പിന്നെ ആ ഒരു ചെറിയ സ്റ്റോറി കണ്ടിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ച് അത് ഇത്ര കുറച്ച് പേരല്ല, ആ ഒരു കൺസേൺ ഉള്ള, നമുക്ക് അവർ അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. ആ ഒരു ആൾക്കാർക്ക് താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓക്കെ ആയി വരുന്നുണ്ട്. ഇനി റിസപ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബത്തേരിക്ക് പോകുമ്പോഴേക്കും 2 ഡോസും കൂടി ഉണ്ട്. മിക്കവാറും ക്യാനിൽ കുത്തിയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എടുക്കും.
അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻസ് ഉണ്ടല്ലോ, റിസപ്ഷനും പിന്നെ ചെക്കനെ പെണ്ണിൻ്റെ ഒക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ കുറച്ച് ആരോഗ്യമായിട്ട് നിൽക്കണമെങ്കിൽ മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം. അപ്പോൾ വേറൊന്നുമില്ല. ബൈ ബൈ.